ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഇട്ട ഒരു റമദാൻ പ്രിപ്പറേഷൻ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ഈ വീഡിയോയിൽ ഞാൻ റമദാന് മുമ്പേ നടത്തിയ ഒരു കുഞ്ഞ് ഷോപ്പിംഗ്, വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമില്ല. അപ്പോൾ ആ സാധനങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പാർട്ട് 2 വീഡിയോ ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ ഇടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ കുറച്ച് ബിസി ആയിപ്പോയി. എഡിറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഇതാ ഞാൻ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. ലാസ്റ്റിലെ വീഡിയോയിൽ ബാൽക്കണിയിലെ കുറച്ച് ക്ലിപ്സൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇതെല്ലാം. കുറച്ച് പോട്ട്സൊക്കെ എനിക്കൊന്ന് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് സെറാമിക് പോട്ട്സ് ഉണ്ടായിരുന്നു, അതിലോട്ട് മാറ്റി. ഈ ഒരു പ്ലാന്റില്ലേ ഇപ്പോൾ ഞാൻ വെച്ചത്, അതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിലങ്ങനെ ഫ്ലവറൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതെങ്ങനെ ഭയങ്കര ബുഷിയായിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. ഇവിടുത്തെ സമ്മറിന് പ്രത്യേകിച്ച് എൻ്റെ ബാൽക്കണിയിൽ നല്ല സൺലൈറ്റാണ്, അപ്പോൾ അതിന് പറ്റിയൊരു പ്ലാന്റാണ്. ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇതാ നമ്മുടെ റോസ് ഫ്ലവർ, ഇത് ഞാൻ വർഷാന്ന് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ ഞാനിത് വാങ്ങിക്കുമ്പോൾ തീരെ ഫ്ലവർ ഉണ്ടാവുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല, പക്ഷേ അത്യാവശ്യം നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് ഫ്ലവേഴ്സ് കുറവായിരുന്നു. അത് കഴിഞ്ഞ് ഇതപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ദിവസമായപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലവേഴ്സൊക്കെ വീണ്ടും വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബാൽക്കണിയിലെ കുഞ്ഞ് പരിപാടികൾ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇത് 2 ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു വെക്കാൻ. അതിൽ പ്ലാന്റ്സൊക്കെ ചിലതൊക്കെ ഒന്ന് കേടായി പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മാറ്റി പുതിയ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റമദാനിൽ നടത്തിയ കുഞ്ഞ് ഷോപ്പിംഗ് വിശേഷങ്ങൾ കാണാം. സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാം. അപ്പം ഇതൊരു ഡെക്കോർ പീസാണ്. നമുക്ക് കോഫി ടേബിളിലോ ഡൈനിങ് ടേബിളിലോ അതല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ചിട്ടൊന്ന് മീൻസ് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡെക്കോർ പീസാണ്. പിന്നെ ഒരു സ്ട്രെയിനറും കൂടി വാങ്ങിച്ചു. ഇത് രണ്ടും ഞാൻ ഹോം ബോക്സിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഇതൊരു കട്ട്ലറി സ്റ്റാൻഡാണ്. സ്പൂണ്, ഫോർക്ക്, നൈഫ് ഒക്കെ കൂടി വരുന്നത്. അപ്പം എൻ്റെ കയ്യിൽ സ്പൂൺസൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് സ്പൂൺസ് ഒന്നും കാണാനുണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അത് അവിടെ തന്നെ വയ്ക്കുമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. ബാക്കി നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതിൽ ഫോർക്ക് വരുന്നുണ്ട്, പിന്നെ കുറച്ച് വലിയ സ്പൂൺസും ചെറിയ ഡെസേർട്ട് സ്പൂൺസും പിന്നെ നൈഫും കൂടെയാണ് ഈ ഒരു സ്റ്റാൻഡിൽ വരുന്നത്. മൊത്തത്തിൽ 24 പീസസ് ആയിരുന്നു. ഇതിൻ്റെ സ്റ്റാൻഡും സ്പൂൺസൊക്കെ കണ്ടിട്ട് കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങിയാൽ അറിയാം എത്രത്തോളം ഉണ്ടെന്ന്. നെക്സ്റ്റ് കുറച്ച് ഞാൻ ഡിഫ്യൂസർ ലിക്വിഡ്സ്, അതുപോലെയുള്ള എയർ ഫ്രഷ്നർ, അതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇപ്പോൾ നോമ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും എല്ലാ ഡേയ്സിലും നമ്മൾ ഫ്രൈയിങ് ഐറ്റംസൊക്കെ ഉണ്ടാകും. അപ്പോൾ മൊത്തത്തിൽ ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് വെൻറ്റിലേഷനൊക്കെ എന്നാലും കുഴപ്പമില്ലാത്ത വെൻറ്റിലേഷൻ ഉണ്ട് ഇവിടെ. എന്നിരുന്നാലും നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇതുപോലെ സ്റ്റിക്സും ലിക്വിഡ്സും ഇങ്ങനത്തെ ഒക്കെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വാങ്ങിച്ചത് ഈ ഒരു ട്രേ ആണ്. ഇതൊരു സെറാമിക് ട്രേ ആണ്. ഇത് ഞാൻ ബ്രാൻഡ് ഫോർലെസ് എന്നാണ് വാങ്ങിച്ചത്. ഇതിൽ പറയുന്നത് അവർ ശരിക്കും നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടി പറ്റുന്ന, ഒരു വാഷ്റൂമിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റുന്ന ട്രേ ആണ്. ഞാൻ പക്ഷേ ഇത് വാങ്ങിച്ചിട്ടുള്ളത് കിച്ചണിലോട്ട് നമ്മുടെ ലിക്വിഡ്സൊക്കെ ഇല്ലേ, ഹാൻഡ് വാഷും ഡിഷ് വാഷിംഗ് ലിക്വിഡൊക്കെ, അത് എൻ്റെ ഒരു സ്റ്റാൻഡ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് വാങ്ങിച്ചത്. നല്ലൊരു ഷെയ്ഡും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടീ കെറ്റിൽ, ഇത് ഞാൻ വിൻ്റർ സമയത്ത് പുറത്തു പോകുന്ന മീൻസ് നമ്മൾ ക്യാമ്പിങ്ങിനും ഒക്കെ പോകുന്ന സമയം മുതലേ വാങ്ങിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്നൊരു സാധനമാണ്. ആ സമയത്ത് നല്ല ക്വാളിറ്റിയിലുള്ള ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതിപ്പോഴാണ് കിട്ടിയത്, അതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഈ ഒരു ബോക്സ്, ഇതും ഒരു നല്ല ഡീലിന് കിട്ടിയതാണ് ഹോം സെൻറ്ററിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിച്ച സാധനങ്ങൾ. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് നോക്കാം.
കൂടെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ മുൻപ് നമ്മുടെ ചാനലിൽ കുറേ മുൻപ് തന്നെ റെസിപ്പി വീഡിയോസും റമദാൻ സ്നാക്സും ഡ്രിങ്ക്സും അങ്ങനത്തതൊക്കെ കുറച്ച് വീഡിയോസൊക്കെ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരൊക്കെ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഡ്രിങ്ക്സിൻ്റെയും റെസിപ്പീസിൻ്റെയും സ്നാക്സിൻ്റെയും ഒക്കെ ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് ആൽബംസ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് ചന്ദനത്തിരി എന്ന് പറയുന്ന ഒരു സ്റ്റിക്സാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇത് വെക്കാനുള്ള ഈ ഒരു സ്റ്റാൻഡ് കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ സ്റ്റാൻഡ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ജസ്റ്റ് ഞാനൊരു പാക്കേജിങ് വായിച്ചു നോക്കിയത്. ഞാൻ എന്നിട്ട് ആമസോണിൽ ഇതിൻ്റെ സ്റ്റാൻഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ചിലതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റും പിന്നെ റിവ്യൂസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നതായിരുന്നു. ഇപ്പോൾ തോന്നുന്നു വാങ്ങിക്കാതിരുന്നത് നന്നായെന്ന്. കാരണം ഞാൻ പിന്നെ വീട്ടിലെത്തി ഈ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്താണ് ഞാൻ ശരിക്കും ഒരു പാക്കേജ് ഒന്ന് വായിച്ചു നോക്കിയത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച 2 ഇതുപോലെയുള്ള ബേണറിലും 2ൻ്റെ കൂടെയും സ്റ്റാൻഡ്സ് ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എന്താ പറയുക ട്രേ. ഈ ട്രേ ഞാനിതാ ഇതുപോലെ ഹാൻഡ് വാഷും ഡിഷ് വാഷ് ലിക്വിഡും നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രേ വാങ്ങിച്ചത്. ഇനി നെക്സ്റ്റ് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ വാങ്ങിച്ച ഒരു കട്ട്ലറി സ്റ്റാൻഡ് ഞാനവിടെ സ്റ്റോർ റൂമിലാണ് വെക്കുന്നത്. ഈ ഒരു ഷെൽഫ് ഓപ്പൺ ഷെൽഫ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കെയർഫുള്ളാണ്. കാരണം ഇതിലുള്ള പാത്രങ്ങളെല്ലാം പൊട്ടുന്ന സെറാമിക്കിൻ്റെ പാത്രങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിവിടെ ഈ ഒരു സ്റ്റാൻഡ് ഇതൊരു ചെറിയ കപ്പ് കേക്ക് സ്റ്റാൻഡാണ്. അതിൻ്റെ മുകളിൽ ഈ ഒരു കുഞ്ഞ് ബൗൾ വെച്ചപ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ. കാരണം ചെറിയ മോള് എപ്പോഴും ഇത് വന്ന് എടുത്തിട്ടാണ് സ്നാക്സൊക്കെ എടുത്തിട്ട് കഴിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ആളെടുക്കുന്ന ചെറിയ കുഞ്ഞ് ബൗൾസാണത്. പിന്നെ ഞാൻ കരുതി ഇനി എങ്ങാനും വീണ് പൊട്ടിട്ടാന്ന് കരുതിയിട്ട് അതെടുത്ത് താഴത്തോട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങും വാങ്ങിച്ച സാധനങ്ങൾ കാണിക്കലും അത് അറേഞ്ച് ചെയ്ത് വെക്കലും എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കൗച്ചിലിടുന്ന ത്രോ ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോയിൽ കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ്സ് അയച്ച് എഴുതി അറിയിക്കാം. കാണുന്ന എല്ലാവരും തന്നെ മാക്സിമം കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് റെസിപ്പി വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് റെസിപ്പി വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കും. അപ്പോൾ നമ്മളുടെ അത്രയും സമയം പോകും. ഇൻഷാ അല്ലാഹ് പറ്റുന്ന പോലെ വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. ബൈ.